നമ്മളിന്ന് പോകുന്നത് കൂത്താട്ടുകുളത്തിനടുത്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. കൂത്താട്ടുകുളത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. നമ്മൾ മൂവാറ്റുപുഴ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ വലത്തോട്ടും, കോട്ടയം ഭാഗത്താണെങ്കിൽ കൂത്താട്ടുകുളത്ത് നിന്ന് ഇടത്തോട്ടുമാണ് തിരിഞ്ഞു പോകേണ്ടത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു എക്സോട്ടിക് പാർക്കുണ്ട്, അതും കാണാം. അതും നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. നമ്മുടെ സ്ഥലം എത്തിയിട്ടാ. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടെന്നുകൊണ്ട് ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് അതിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടുന്ന സ്ഥലം. നമ്മൾ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഇവിടെയാണ് ടിക്കറ്റ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു 10 ഇവിടെ നിന്ന് കാണാൻ പറ്റും. 150 സ്റ്റെപ്പ് താഴത്തേക്ക് പോയിട്ട് നമുക്ക് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാണാൻ ആ വ്യൂവിൻ്റെ അവിടേക്ക് എത്തും. പക്ഷേ എൻ്റെ കൂടെ അമ്മയുള്ള കാരണം അവർക്ക് ഇത്ര സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടായ കാരണം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ താഴേക്ക് നേരെ കാർ എത്താവുന്നൊരു ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകാൻ കേട്ടോ. അതാണ് ആ വന്ന വഴിക്ക് തന്നെ ഇറങ്ങിയിട്ട് വലത്തോട്ട് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു കനാലിൻ്റെ തീരത്ത് ഈ കാണുന്നതാണ് ആ സ്ഥലം. നേരെ കാണുന്നത് ആ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ കാണുന്ന ഒരു ഷട്ടറൊക്കെ ഇട്ടുണ്ട്. അത് പാമ്പാക്കുട മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരിതാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് കയറുകയാണെങ്കിൽ അത് രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകണം കാണാം. ഇതും അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ 2 കനാല് ഈ ഷട്ടർ വഴി നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കനാലിലൂടെ വരുന്നു, എന്നിട്ട് ഈ 2 ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഈ 2 സൈഡിലേക്കായിട്ട് അതിൻ്റെ വെള്ളം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അവിടെ കണ്ട ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇത് കാണുന്ന ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞില്ല ഒരു എക്സോട്ടിക് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. അതുകൂടി നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതുകൂടി കാണാം. ഇതാണ് അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തേക്ക് പോകാനുള്ള വഴി. വെള്ളച്ചാട്ടം എത്തി. നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, ഒരു 100 അടിയോളം ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇതാണ് എൻ്റെ വ്യൂ പോയിൻ്റ്. ഈ കാണുന്ന പാലത്തമ്മ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടും. ഒരു 3-4 സ്റ്റെപ്പായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. ഈ അടുത്ത് കുറച്ച് ഇടമഴ പെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ളം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജൂൺ ജൂലൈയിൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ശക്തമായിട്ടുള്ള ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മഴയില്ലാത്ത സമയത്ത് വളരെ വെള്ളം കുറവായിരിക്കും ഇതിൽ കേട്ടോ. അതുപോലെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. ഫാമിലീസിന് പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. കാരണം അവർക്ക് സേഫായിട്ട് കുളിക്കാനും അതുപോലെ വന്നിരുന്ന് ആസ്വദിച്ച് കാണാനൊക്കെയുള്ള ഇതിലുണ്ട്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മൾ നിൽക്കുന്ന ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്. നമുക്കൊരു കാര്യം, ഇത്രയും ഈ കാണുന്ന വെള്ളമാണ് നമ്മൾ ഇത്രയും വലിപ്പത്തിലവിടെ വീതിയിൽ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് വളരെ കുറച്ച് വെള്ളം തന്നെ പോരുന്നുള്ളൂ ഇപ്പോൾ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 2-3 സ്റ്റെപ്പായിട്ട് അത് തിരിച്ചിട്ടുണ്ട്. അത് ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്തെങ്കിലും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണാനുള്ള, അങ്ങനെ 2-3 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെ, ഈ ഭാഗമാണ് നമുക്ക് ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ കെട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അവിടെ വരുന്നവർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ സേഫാണ്, യാതൊരു പ്രശ്നവുമില്ല. അധികം താഴ്ചയില്ലാത്ത ഇതായിട്ടാണ് ചെക്ക് ഡാം കെട്ടിയിട്ടുള്ളത്. ഒരുപാട് ഇത് ഇപ്പോൾ ഏതാണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മിഡിൽ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞ ചെക്ക് ഡാമിൻ്റെ ഇതൊക്കെയാണ് പറഞ്ഞത്. അവിടെയാണ് എല്ലാവരും വന്ന് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം മെയിനായിട്ട്. പിന്നെ വെള്ളത്തിൽ വരാത്തവർ താഴെ വന്ന് ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ ഇവിടെ നമുക്കൊരു ഫിഷ് സ്പാ ഉണ്ട് കേട്ടോ. നമ്മളവിടെ താഴേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. ഒരുപാട് മീനുകൾ വന്നിട്ട് കാലിൽ കൊത്തും. നല്ലതാണ്. അതൊക്കെ നമ്മുടെ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയണത്. ഇതതിൻ്റെ ബാക്കിൽ ഇവിടെയാണ് നമ്മൾ നിന്നിരുന്ന ആ ബ്രിഡ്ജ്, അതാണ് വ്യൂ പോയിൻ്റ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് അത് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ ഡ്രസ്സ് മാറാനുള്ളത്, ഷവർ, അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പരിപാലിക്കുന്നത് പാമ്പാക്കുട പഞ്ചായത്താണ് ചെയ്യുന്നത്. ടിക്കറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കിടക്കാം കേട്ടോ. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. കുറച്ച് വെള്ളമാണെങ്കിലും അത് ഒഴുകി വരുമ്പോൾ നല്ല വിസ്തൃതിയിൽ അത്യാവശ്യം ശക്തിയിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് എത്ര കണ്ടാലും ഇത് മതിയാവില്ല കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്.
ഈ കാണുന്നതിൻ്റെ ഈ വീതി ഫുള്ള് മഴക്കാലത്തൊക്കെ ഈ വീതി ഫുള്ള് കവർ ചെയ്തിട്ട് വെള്ളവും ഒഴുകുന്നതായിരിക്കും. ഇതിപ്പോൾ ചെറിയ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ലെവലിൽ നിൽക്കുന്നത്. വേനൽക്കാലത്ത് വരുന്ന മഴയുടെ ഇതൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. ഇത് കാണുന്നതാണ്. അവൻ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് പോയിട്ട് എടുത്തതാണ്. വളരെ തീരെ വെള്ളം കുറവാണ്, കാണാൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയം നോക്കി എല്ലാവരും മഴ വരുന്ന സമയം നോക്കിയിട്ട് മാത്രം പോകാൻ നോക്കുക കേട്ടോ. എന്തായാലും ഫാമിലിക്ക് ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. സേഫായിട്ട് നമുക്കവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഒരു ലഘുഭക്ഷണശാലയുണ്ട്, ഇതേ ഈ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മിതമായ രീതിയിൽ ഭക്ഷണങ്ങൾ കിട്ടും. ആ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകുന്നു. ആ കനാലിൻ്റെ ഭാഗത്തേക്ക് വന്നാണ്. ഇതാണ് ആ കനാല്. വെള്ളം തീരെ കുറവാണ്, അത് ചിലപ്പോൾ ഓരോ സമയങ്ങളിൽ തുറന്നു വിടുന്നതായിരിക്കാം. നമ്മൾ പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്തോരം വെള്ളം വരുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം തന്നെ വരുന്നുള്ളൂ. ഇതാണ് സ്പ്രെഡായിട്ട് നമ്മൾ നേരെ മുകളിൽ ഒഴുകണ കണ്ടത്. ഇത്ര വെള്ളമുള്ള ആകുക കണ്ട, ഈ വെള്ളമാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്ന ഭാഗത്തോടെയാണ് അതങ്ങോട്ട് വരുന്നത് കേട്ടോ. ഞാൻ ആ ഒരു റോഡിൽ കയറുന്ന രണ്ട് സൈഡ് നോക്കിയെന്ന് മാത്രം. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്ത് ഇതാണ് തുടങ്ങണത്. ഇവിടെ നിന്ന് അധികം കാണാൻ പറ്റില്ല. ഇനി ഇപ്പുറത്തെ ഭാഗം കാണാം. ഇതാണ് വെള്ളം ഒഴുകി വരുന്നത്. ഈ ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ വെള്ളച്ചാട്ടമായിട്ട് അവിടെ കാണുന്നത്. ഇതെനിക്കത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട സ്ട്രെയിറ്റാണ്, രണ്ട് സൈഡും കെട്ടിയുണ്ട്, ഒരു കനാല് പോലെയായിട്ട് എനിക്ക് തോന്നുന്നു ഉണ്ടാക്കിയുള്ളൂ. അറിയില്ല, എനിക്കറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. നമ്മുടെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്ന എക്സോട്ടിക് പാർക്ക്. ചെറിയൊരു എക്സോട്ടിക് പാർക്കാണ്, എന്നാലും നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടി. ചെറിയൊരു ഏരിയയിലാണ് നമ്മൾ സ്റ്റെപ്പ് കയറി അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ട് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് ബേഡ്സിനെ ഫീഡ് ചെയ്യാനുള്ള പാത്രം തരും. നമ്മൾ അങ്ങോട്ട് കിടന്ന് എല്ലാവർക്കും തരും. നമ്മളങ്ങോട്ട് കടക്കുമ്പോഴേക്കും ബേഡ്സ് അതിൽ വന്നിരിക്കും. ഇഷ്ടം പോലെ ഓരോരുത്തരുടെ മേലും കയ്യിലൊക്കെ ആയിട്ട് ഒരുപാട് ബേഡ്സ് വന്നുകൊണ്ടിരിക്കും. നമുക്കത് എല്ലാ പ്രായക്കാർക്കും അത് എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. ബേഡ്സിൻ്റെ ഓരോ കളികളൊക്കെ കണ്ടു നിൽക്കണം തന്നെ നല്ല രസമാണ്. അതെ, ഒരെണ്ണം ക്യാമറ നമുക്ക് കയറിയിട്ടുണ്ട്. അത് കൈ കുത്തി പൊളിക്കുന്നുണ്ട്. അതിന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവന്മാരൊക്കെ ഒന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. എവിടെ ഇരുത്തവനെ ഇവിടെ കയറിക്കോട്ടെ. ഇനി അടുത്തൊരു കൂട്ടിലൂടെ നമ്മൾ അടുത്ത ഈ ബേഡ്സ് പറക്കാതെ പറന്നു പോകാണ്ടിരിക്കാൻ തന്നെ ഇനി അടുത്ത കൂട്ടിക്ക് എടുക്കണം. ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന ആരെന്ന് നോക്കിയാൽ ഇത് ബോൾ പൈത്തൻ. ഇത് ആഫ്രിക്കയിലുണ്ടാവുന്നതാണ്. റോയൽ പൈത്തൻ എന്നും ഇതിന് പേരുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ആൽബിനോ പൈത്തൻ. ഇത് ബർമയാണ് അതിൻ്റെ സ്ഥലം. നല്ല സുന്ദരന്മാരാണ് രണ്ടുപേരും. നമുക്ക് ഇതിനെ എടുത്ത് കയ്യിൽ വയ്ക്കാനും അതിനെ തൊട്ട് തലോടാനുള്ള അവസരങ്ങളൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. ഇതല്ല എല്ലാ ജീവികളെയും ഉപദ്രവിക്കാത്ത പോലെ നമുക്കതിനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ അടുത്ത ജീവനക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് കേട്ടോ. ഇത് ജിനു ആണ്. ജിനു നമ്മൾ വളരെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഇവിടുത്തെ എല്ലാവരും അതെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് അവർ സഹകരിക്കുന്നുണ്ട് നമ്മളൊപ്പം. ഇത് ഇഗ്വാന. ഇതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് കയ്യിൽ വയ്ക്കാം. ഇതിനെത്തിരി എനിക്ക് പേടിയുണ്ട്. സംഭവത്തിന് നമ്മൾ ആദ്യമായിട്ടാണ് കയ്യിൽ വയ്ക്കുന്നതൊക്കെ. അധികം വലുപ്പമില്ല. അതിനും എല്ലാവർക്കും തൊട്ട് നോക്കാനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി കൂട്ടിൽ വലുത് ഒരെണ്ണം കിടക്കുന്നുണ്ട് ഇഗ്വാന തന്നെ. അത് പക്ഷേ ഇത്തിരി വലുതാണ്, നമുക്കത് എടുത്ത് വയ്ക്കാനുള്ള അത്ര ധൈര്യമില്ല. അപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത കൂട്ടിലെ ഇത്
ഇത് അടുത്തൊരു ജീവി, നമുക്ക് അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണ്. ഇതിൻ്റെ പേര് ഹെഡ്ജ് ഹോക്ക്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ് തോന്നുന്നു. ഇത് യൂറോപ്പിലും ആഫ്രിക്ക അതുപോലെ മിഡിൽ ഈസ്റ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ജീവിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ പെറ്റായിട്ട് ഇങ്ങനെ ആളുകൾ വളർത്തുന്നുണ്ടെന്നല്ലാതെ ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വളരുന്നതല്ല. ഇതിൻ്റെ സ്കിന്നൊക്കെ കുറച്ച് റഫാണ്, ഈ കാണുന്ന പോലെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ അത് തല അകത്താക്കി കിടപ്പായിരുന്നു. ഇതിപ്പോൾ അതിനെ കുറേശ്ശായിട്ട് തല പുറത്തേക്ക് പോകുന്നുണ്ട്, നമുക്കിത് കാണാം. വേറെയും കുറേ ജീവികളുണ്ട്. നമുക്കതിനൊക്കെ എടുക്കാനും കയ്യിൽ വയ്ക്കാനൊക്കെ പറ്റും. അവിടെ വരുന്ന മറ്റ് സന്ദർശകരും ഇത് പറഞ്ഞ പോലെ ഇതിനൊക്കെ എടുക്കുന്നുണ്ട്, കയ്യിൽ വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ മേലെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്. അതായത് ക്യാമറ എടുത്തൊന്ന് പെട്ടെന്ന് പേടിച്ചൊന്നുമുണ്ട്. എന്തായാലും ഉപദ്രവിക്കില്ല, നമുക്ക് താഴത്തേക്കിങ്ങനെ പോവാം. ഇത് നമ്മുടെ നേരെ മേലെ എല്ലാം ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. ഒന്നിനും കെട്ടിയിട അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാ സന്ദർശകരും പക്ഷികളെ പിടിച്ച് അടുത്ത കൂടാണ് കേട്ടത്. എല്ലാ സന്ദർശകരും ഇങ്ങനെ ഇതിനെ പിടിച്ച് നടക്കുകയാണ്. എല്ലാവരുടെ തലയിലും കൈമയും കാര്യമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഈ ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് വെക്കരുത് താഴത്തേക്ക് പിടിച്ചിരുന്നു. പൈസ വല്ലതും പൈസ ഒക്കെ എല്ലാവരുടെ പോക്കറ്റിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇതെവിടെ ഈ ചേട്ടൻ്റെയും പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. എല്ലാവരുടെ പോക്കറ്റിൽ നിന്നും സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ വന്ന കൂട്ടിൽ ഒരു പെൺകുട്ടി പൈത്തനെ കൈ പിടിച്ചിരിക്കണം. ഞങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. അതായത് അത് കണ്ടിട്ട് അടുത്ത കൂട് കേട്ടോ. അതിൽ മക്കാവു പാരറ്റാണത്. ഒരു നല്ല വലുപ്പമുള്ള പാരറ്റാണത്. കളർഫുള്ളാണ്, ഇത്തിരി വെയിറ്റും ഉണ്ട്. എന്താ ചേട്ടൻ്റെ വാച്ച് കുത്തി അടിച്ചിട്ട് പോകുന്നു. ഇതിനെയും അവർ എല്ലാവരുടെ കൈമിക്ക് ഇങ്ങനെ വെച്ച് തരും. ഇതാ കൈ കൊണ്ടുവന്നപ്പോൾ അത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ആരും കൈ കൊണ്ടിരുന്നത് റിസ്ക്കാണ്. ഇവിടെയും വേറെ കുറേ കളർഫുള്ളായിട്ടുള്ള പക്ഷികളുണ്ട് കേട്ടോ. പേരുകൾ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് അവിടെ ബോർഡ് വെച്ചിട്ട് നമുക്ക് അതിൽ വെച്ച് നോക്കാം. ഇത് കൊത്തി തിന്നുമ്പോഴല്ല പ്രശ്നം, അതിൻ്റെ കാല് നഖം കൊള്ളുമ്പോൾ വേദനെടുക്കുന്നത്. കൊക്കൊക്കെ അങ്ങനെ വളഞ്ഞിരിക്കുന്ന കാരണം അതുകൊണ്ട് കൊത്തുമ്പോൾ ഒന്നും പ്രശ്നമില്ല. നല്ല രസമുണ്ട്. എല്ലാവരും കളർഫുള്ളാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ സമയം ഇവിടുത്തെ കഴിഞ്ഞു. നമുക്കിനി മടങ്ങാം. പാർക്കിലൂടെ യാത്ര. ഇപ്പുറത്ത് വെള്ളച്ചാട്ടം കാണാണ്ട് അവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തുള്ള സ്റ്റെപ്പ് മുന്നേ കാണാൻ പറ്റും വെള്ളച്ചാട്ടം. തൊട്ടപ്പുറത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം. കണ്ട ഈ താഴെ കാണുന്ന ഭാഗത്ത് ഈ നമ്മൾ കണ്ട പക്ഷികളുടെ പേരും അതുപോലെ സ്നേക്സിൻ്റെ അതുപോലെ കാണുന്ന ജീവികളുടെ എല്ലാത്തിൻ്റെ പേരും പടങ്ങളൂടെ വെച്ചിട്ടുണ്ട്. നമുക്കത് അവിടെ പോകുമ്പോൾ എല്ലാം ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ആകുമ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക, കാണാൻ. നല്ല രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ വെള്ളച്ചാട്ടവും ഇതും കൂട്ടി നമുക്കൊരു ഹാഫ് ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. നിസ്സാര കോസ്റ്റുള്ളൂ, കൂത്താട്ടുകുളത്ത് നിന്ന് ചെറിയ ദൂരമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക, എൻജോയ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.